ദിവസമായിട്ട് ഞങ്ങൾ ഈ അമ്മ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരോടും എറണാകുളത്ത് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. കേട്ടില്ലേ താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളാണിത്. കേരള ജനത ഞെട്ടലോടെ കേട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രതികരിച്ചത്. അതായത് അമ്മയിലെ അംഗങ്ങൾ തന്നെയായ ആണും പെണ്ണും അടങ്ങുന്ന നിരവധി പേരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ക്രൂരമായി ഒതുക്കുകയും ചെയ്തുവെന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവ പരമ്പര വെളിപ്പെടുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ പ്രധാനമാണ് ഞങ്ങൾക്ക് പണം കൊയ്യാനുള്ള സ്റ്റേജ് ഷോ എന്ന് ഒരു കാര്യം കൂടി അമ്മ ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്. അതുകൂടി കേൾക്കൂ. ഇത് പുറത്തു വന്നു എന്നുള്ളൊരു വാർത്തയിലൂടെയുള്ള അറിവല്ലാതെ എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഏത് തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല. അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത്, എന്താണ് പറയുന്നത്, എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാം. അതെ, അവരെ എന്ന് വെച്ചാൽ റിപ്പോർട്ടിൽ പേരുണ്ടെങ്കിലും അത് വെളിപ്പെടുത്താതെ പുറം ലോകമറിഞ്ഞ താരദൈവങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കി പ്രതികരിക്കും. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നതാണ്. നിങ്ങളോട് ഞങ്ങൾ അതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതുമാണ്. അതെങ്ങനെയാവുമെന്ന് നമുക്കറിയാമല്ലോ. നടി ആക്രമിക്കപ്പെട്ട കേസിലും മലയാള സിനിമയിലെ പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിച്ച തിലകനെയും ജഗതി ശ്രീകുമാറിനെയും WCC അംഗങ്ങളെയും ഒതുക്കിയത് പുരാതന ചരിത്രമല്ലല്ലോ. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. അമ്മേ, ഇത് നാണക്കേടാണ്. അമ്മ എന്ന പേരിന് ഈ സംഘടന അർഹമാണോ എന്ന് അവർ വേണ്ടത്ര സമയമെടുത്ത് ആലോചിക്കട്ടെ. മാത്രമേ റിപ്പോർട്ട് എന്താണെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. കാരണം ഇത് വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴോ ഒരു അക്ഷരം പറയുമ്പോഴോ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ വായിൽ നിന്നോ ഇതിനെപ്പറ്റി അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ഭാവിയിൽ വലിയ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും.